ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കോ വല ഇടാൻ വന്നേക്കാണ്. നമ്മുടെ പുഴകളിലൊക്കെ നമ്മുടെ ആറ്റുകൊഞ്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നൂലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് തേങ്ങ പൊങ്ങായിട്ട് യൂസ് ചെയ്ത് വീശുന്നവർക്ക് കൊഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലയിൽ ഈ തേങ്ങ തിന്നാൻ വന്നാൽ കൊഞ്ചുടക്കി കിട്ടുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ വലയിൽ കെട്ടിയിടും. ഏകദേശം 40 എണ്ണമുള്ളതുകൊണ്ട് 2 പീസിൽ 1 പീസിൽ 20 എണ്ണം വെച്ച് നമ്മൾ കെട്ടിയിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയിടാൻ തുടങ്ങുകയാണ് കേട്ടോ. വല തിരിഞ്ഞായിരിക്കും തോന്നുന്നേ. കുഴപ്പമില്ല, ഒരെണ്ണം കെട്ടിക്കോ. നമ്മൾ ഇതിൻ്റെ ഇടഭാഗത്താണ് കിട്ടുന്നത്. താഴെ അങ്ങ് അടിഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇടഭാഗത്ത് കിട്ടുന്നത്. ടൈം എടുക്കുന്ന പരിപാടിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് പരിപാടി. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി മുകളിലാണ് അത് ഒത്തിരി മുകളിലാണ് കെട്ടുന്നത്. സാരമില്ല. അപ്പോൾ നമ്മൾ ഈ വലയിട്ട് കഴിയണം. അതന്നെയാണ് കുഴപ്പമില്ല. വല പോളെ അവിടെ കിടക്കുമല്ലോ. അത് സാരമില്ല. മീനുണ്ട്. അത് തുറഞ്ഞു വിട്ടെ അത് അകത്ത് പുറത്തോട്ട് തുറഞ്ഞു വിടത്. അങ്ങോട്ടേ അങ്ങ് തുറഞ്ഞു വിടത്. ആ തുറഞ്ഞു വിട്ടോ, അത് പോട്ടത്. പ്രിയ സുഹൃത്തുക്കളെ, നാളെ വലിക്കുമ്പോൾ കാണാം നമ്മുടെ ഈ പ്രയത്നം വിജയിക്കുമോ ഇല്ല എന്നുള്ളത്. ഇതിന് മുന്നേ നമ്മൾ വിജയിപ്പിച്ചിട്ടുള്ളതാണ്. മീനിൻ്റെ ലഭ്യത അനുസരിച്ചാണ് മീൻ കിട്ടുക. അപ്പം നാളെ കേട്ടോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ ഇന്നലെ ഇട്ട വല പിടിക്കാൻ പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ വലയിട്ടേക്കുന്നത്. വള്ളത്തെ ചെന്നിട്ട് എഞ്ചിൻ വള്ളത്തെ പോയിട്ട് അവിടെ ചെന്ന് കൊച്ചുവള്ളത്തെ കയറിയാണ് നമ്മൾ വല വലിക്കുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വല വലിക്കാൻ പോവുക. നല്ല പണിയാണെന്ന് തോന്നുന്നു കേട്ടോ. നിറച്ച് പായൽ കയറിയിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. പായലാണേലും കുഴപ്പമൊന്നുമില്ല, മീൻ കിട്ടിയാൽ മതി. കടിച്ചു പറിച്ചു വന്നത് പക്ഷേ അതിൻ്റെ തോട് ഉരിഞ്ഞു പോയി കിടക്കണത്. തോട് ഉരിഞ്ഞത് അങ്ങനെയല്ല. ഇതിനെ മിക്കവാറും വേറെ ഏതോ മീനുകൾ ആക്രമിച്ചിട്ടുമുണ്ട്. പയ്യെ എടുക്ക്. പളന്തക്കൊഞ്ച് ഏതോ പഞ്ഞിക്കൊഞ്ചെന്നൊക്കെ പറയുന്ന സാധനം ഇത്. ഇതിൻ്റെ തോട് പൊളിക്കും ഒരു ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. കണ്ടു ഞാത്ത് ഇടാനോ. ഞാൻ അപ്പുറത്തോട്ട് ഇടണ. ഇതിന്റെ ഞാൻ അപ്പുറത്തോട്ട് ഇടുവാണേ. ഞാത്തിട് അപ്പുറത്തോട്ട് ഇട്ടോ. ഈ സുഹൃത്തുക്കളെ, ഞാത്തിടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വലയിൽ നിന്ന് മീൻ ഊരാതെ വീട്ടിൽ ചെന്നിട്ട് ഊരും, അല്ലെങ്കിൽ വല വലിച്ചതിന് ശേഷം ഊരുമ്പോൾ മീൻ പടിക്കപ്പുറത്തേക്ക് മാറ്റിയിടുന്നതാണ് നമ്മൾ
ഞാത്തിരുക അതൊരു ലോക്കൽ പ്രയോഗമാണ് കേട്ടോ. മുളകണി തിരിച്ചിടണ ഞാത്ത് മോള് പൊക്കിക്ക് എന്നിട്ട് അപ്പുറം വഴി ചാത്തിട്ട് അങ്ങോട്ട് എടുക്കും അല്ലെ വല കറങ്ങിപ്പോ. രാവിലത്തെ ആണല്ലോ. ഉദ്ദേശിക്കുന്ന സാധനം അങ്ങനെ വരുന്നില്ലല്ലോ. ഊളിയാ അത് ഊരിയിടാ അവനെ ഊരിയിട്ടത് അപ്പുറത്തിട്ടത് വലിച്ചു. ഈ പരുവത്തിലുള്ള കരിമീനാന്ന് തോന്നുന്നു ഇപ്പം എല്ലാം ചൂള വെക്കുന്നത് അല്ലേ? കരിയും വലിപ്പം ആയില്ല. കുറവാണോ? ഓ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇടക്കം കൊഞ്ചായിരിക്കും കയറി വരുന്നതിന്. അപ്പുറം ഉണ്ടോ? ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു മുള്ളുണ്ട്. ഇതുണ്ടോ, നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ല, ഇത് അടിച്ച് കറിയില്ല, ഇവിടെ വന്ന് കയ്യെ കുത്തിക്കില്ല. നല്ല ചുഖമായിരിക്കും. മുള്ളൊന്ന് അടുത്ത് കാണിച്ചേ. കാലൊടിഞ്ഞു പോയാ ഇവിടെ കണ്ടോ, ഇത് കൂർമ്പന പോലെ സാധനം. അതിവിടെ 2 ഇതുണ്ട്, ഒരു ചെറിയ പാടുണ്ട്. ഇത് വന്ന് കുത്തിക്കൊണ്ടാൽ നല്ല മുറിയുകയും ചെയ്യും, നല്ല വേദനയായിരിക്കും. ഇത് വേണേ ഇത് പീസ് വല കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ വലിക്കാൻ പോകും. ആദ്യത്തെ നമ്മൾ വല വലിച്ചു കഴിഞ്ഞ് നല്ല പണിയാണ്. ചവറ് നല്ലപോലെ കീറിയിട്ടുണ്ട്. എല്ലാം തട്ടി കളഞ്ഞ ആ വാ ഞാത്ത് കരിമീൻ പള്ളത്തി ചെറിയ കരിമീനാണ്. അറിഞ്ഞിട്ടുണ്ടോ ചിമ്മട്ട അറിഞ്ഞിട്ടുണ്ടോ? നല്ല സൈസ് അറിഞ്ഞില്ല. പിന്നെ ഈ വലയുടെ സൈസ് നീ അറിഞ്ഞല്ലേ കിട്ടുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ചില സമയത്ത് ചെറിയ വലയിൽ ഈ സൈസ് ഉടക്കും. കാരണം ഇതിൻ്റെ കവിളിൽ തീവ്ര ഉടക്കുണ്ട്. ഇത് വന്ന് മുഖം മുട്ടിയാൽ ചിലപ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ചത്തു അങ്ങനെ കിടക്കും. കരിമുളക് ഓ അപ്പോൾ ഈ സുഹൃത്തുക്കളെ, നമുക്ക് ഈ കൊഞ്ച് കിട്ടുന്നതിന് മുമ്പേ 2-3 കൊഞ്ച് കിട്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാമറ ഓഫായി പോയി.
പോള പിടിക്കാൻ പോയപ്പോഴത്തേക്ക് പോള പിടിക്കാൻ പോയി മൊബൈൽ താഴെ വെച്ചത്. മൊബൈൽ താഴെ വെച്ച് ഓഫായി പോയി. 2-3 കൊഞ്ച് വെള്ളത്തെ കിടപ്പുണ്ട്. നമ്മുടെ ഈ കൊഞ്ചിന് നമ്മുടെ നാട്ടിൽ ഇപ്പം ഏകദേശം 700 തൊട്ട് 900 വരെ വിലയുണ്ട്. 900-ന് എടുക്കുന്നവർക്ക് ലാഭമുണ്ട്, 700-ന് എടുക്കുന്നവർക്ക് ലാഭമുണ്ട്. 700 എടുക്കുന്നവർക്ക് കൊള്ള ലാഭം, 900 എടുക്കുന്നവർക്ക് ലാഭം. ഈ കരിമീൻ്റെ കാര്യം അണ്ണൻ പറഞ്ഞല്ലേ, ഇത് മാറി കിടക്കുന്ന പറഞ്ഞു. ജീവനുള്ളതാന്ന് തോന്നുന്നു. കരിമീൻ പള്ളത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല അണ്ണാ, കിട്ടിയ സൈസ് മൊത്തം അത് തന്നെയാണ്. കരിമമ്പളത്തിൽ കയറി ഉടക്കിയിട്ട് അവിടെ എൻ്റെ ഉടക്കിലങ്ങാണ്ട് കയറി മടലിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കയറ്റിയത്. കണ്ണിൽ തന്നെ അടിച്ച് കയറി. വെള്ളക്കൊഞ്ചാണോ? ആ കേട്ടോ, അതിനടി കേട്ടെ, ഒരടി പോലെ. ഊരിപ്പോന്നത് സൂക്ഷിച്ചോണേ. കയറി വരുന്നു. അടി കൃത്യം കിട്ടും. ഇതാണ് ഒരുവിധം മുഴുത്തൊരു കരിമീൻ കിട്ടിയത്. ആ കാലേ വന്ന് കയറ്റിയത് മുള്ളു. കപ്പ തിന്നാൻ വന്ന കരിമീനാണ്. കൈ ഇപ്പോൾ കൊഞ്ചായിരിക്കുന്നു. ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ആണ് അടുത്തത്. ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു.
വേണ്ട അടുത്ത കാര്യം. ഒയ്യോ ഓളപ്പുറത്ത് വെച്ച് പരല്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്തുമാത്രം കിട്ടിയെന്നുള്ളത് നമ്മൾ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. 2-3 കൊഞ്ച് വള്ളത്തേലേക്ക് കയറുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല. കാരണം ഇതിനിടയ്ക്ക് കുറച്ച് ഒരു ബോട്ട് വന്നു, കുറച്ച് പായൽ നിൽക്കേണ്ട കാര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. ഒരുപാധികം ക്ഷമിക്കുക എന്ന് പറയുകയാണ് ഈ സമയം. അങ്ങോട്ട് പോ, ഫ്രണ്ടിൽ പോ. ശകലം നേരെ അവിടെ ഇരി, കുറച്ച് വെള്ളം പറ്റിക്കുക. അവിടെ ഇരിക്കുക നല്ല അടുത്ത് വരുന്നത്. വെള്ളം കയറും. ശകലം വെള്ളം കയറിയല്ലേ? കഴിഞ്ഞോ അണ്ണാ? ആ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയിലായിട്ട് വല വലിച്ച് മീനൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീൻ നമുക്ക് കാണിച്ചു തരാം. ആദ്യം കുറച്ച് കരിമീൻ പള്ളത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അധികം മുഴുത്ത കരിമീനൊന്നും അല്ല. ഉള്ളതിലൊരു മുഴുത്ത കരിമീൻ തീറ്റ. പിന്നെയെന്ന് വെച്ചാൽ 1-2 കുറുവ കരിമീൻ തന്നെ കിടക്കുവാണ്. കണ്ടില്ല എന്നെ കാഴ്ചയിലൊന്നും പറഞ്ഞിരിക്കുന്നത്. 3 കറി ഉഷാറായിട്ടോ. ആണ്ട അടുത്ത് മൂടിയിട്ട് ഇപ്പറ സൈഡ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് ഉദ്ദേശിച്ചിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കൊഞ്ചാണ്. ഇതിനത് പളന്തക്കൊഞ്ച് അതോ പഞ്ഞിക്കൊഞ്ചെന്ന് പറയും. ഒരു സീസൺ കഴിയുമ്പോൾ ഒരു കാലയളവ് കഴിയുമ്പോൾ ഇതിൻ്റെ തോട് പൊളിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ കിട്ടിയ കൊഞ്ചാണിത്. പിന്നെ ഈ കൊഞ്ച് മുഴുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത് അത്ര വലിയ കൊഞ്ചുകളൊന്നും അല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. ഏകദേശം 100 ഗ്രാം 150 ഗ്രാം സൈസ് കൊഞ്ചാണ് കിട്ടിയേക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ, അതായത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്ത് വെള്ളം വരാത്തതുകൊണ്ടാണ് മിക്കവാറും ഈ കൊഞ്ച് മുഴുക്കാത്തത്. ഈ മഴ പെയ്ത് ഇച്ചിരി വെള്ളമൊക്കെ വരുവാണെങ്കിൽ കൊഞ്ച് നല്ല വലിപ്പമാവും. ഈ കൊഞ്ച് ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ മിനിമം ഒരു 1/2 കിലോ വരെ വരുന്ന കൊഞ്ചാണിത്. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഈ സാധനമാണ്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഇത്രയും മീൻ കിട്ടുന്നത് ആദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്യാത്തതിൻ്റെയും വെള്ളം വരാത്തതിൻ്റെയൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവീത് ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.